ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഒരു GST ട്രെയിനിങ് അതിലൂടെ നമുക്ക് പഠിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ ഒരു കമ്പനീന്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ GST നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് മറ്റൊരു കൺസൾട്ടന്റിന്റെ സഹായമില്ലാതെ എങ്ങനെ സ്വന്തമായിട്ട് ഫയലിംഗ് ചെയ്യാം എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയി പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് ഫസ്റ്റ് ഡെമോ ക്ലാസ് ആണെന്ന് കരുതി ആദ്യമേ നമുക്ക് അഡ്വാൻസ് ടോപ്പിക്കിൽ കയറാൻ സാധിക്കില്ല. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, വളരെ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ അഡ്വാൻസ് പോയിന്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, ഇപ്പോൾ GST നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് GST ഫുൾ ഫോം നമുക്കറിയാം, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഓക്കെ, ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം GST രജിസ്റ്റേർഡ് ആണെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം എല്ലാ മാസവും മന്ത്ലി എന്ത് ചെയ്യണം, വളരെ കൃത്യമായ റിട്ടേൺ ഫോംസ് ഉണ്ട്. GSTR 1, GSTR 3B, GSTR 2A, CMB 08, GSTR 4, ഒരുപാട് റിട്ടേൺ ഫോംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയി ഫയലിംഗ് ചെയ്യണം. അതുപോലെ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ, ഒരു ഇയർ കംപ്ലീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം, GSTR 9 വാർഷിക റിട്ടേൺ ഫോം ആണ്, അത് ഫയലിംഗ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരുപാട് ഫോംസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആ ഓരോ ഫോംസും അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് അതെല്ലാം ഓരോ പോയിന്റും വളരെ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, കുറച്ച് ബേസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്ത്യയിലെ GST ഇംപ്ലിമെന്റ് ആയത്, GST എന്ന് പറയുന്ന ഈ ഒരു ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം ഇംപ്ലിമെന്റ് ആയത്, നടപ്പിലാക്കിയത് 2017, 3 വർഷം മുമ്പ്, 17 അല്ലെ, 2017 ജൂലൈ 1, 2017 ജൂലൈ 1 മുതലാണ് GST എന്ന് പറയുന്ന ഈ ഒരു ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്, ഇംപ്ലിമെന്റ് ആയത്. ഓക്കെ, അപ്പോ ഇപ്പോ 3 വർഷം കംപ്ലീറ്റ് ആയി. 3 വർഷം കഴിഞ്ഞ ജൂലൈ മാസം 1 ആനിവേഴ്സറിക്ക് ആയിരുന്നു, കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് പോയിന്റ് 17 ജൂലൈ 1 GST ഇംപ്ലിമെന്റ് ആയി. എന്നാൽ അതിനു മുമ്പ് ഇവിടെ എന്തായിരുന്നു അവസ്ഥ, ഇന്ത്യയിലെ ആ ഒരു ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റത്തിന്റെ ആ ഒരു അവസ്ഥ എന്തായിരുന്നു എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, GST കിടക്കാം. ഓക്കെ, ക്ലിയർ. അപ്പോ 17 ജൂലൈ 1 അതിനു മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ ഏതായിരുന്നു ടാക്സ്? അത് പറയും മുമ്പ് ഒരു ബിസിനസ് സ്ഥാപനം അവിടെ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻസ്, ഈവന്റുകൾ, ബിസിനസ് ഈവന്റുകൾ എന്തൊക്കെയാണ് നമുക്കറിയാം. പർച്ചേസ് ചെയ്യുന്നു, ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, ആ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമർക്ക് സെയിൽ ചെയ്യും. സപ്ലയറിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് നടത്തിയിട്ട് ആ ഗുഡ്സ് ഒരു കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു. പർച്ചേസ് ദെൻ സെയിൽ, ഒരൊറ്റ ടേമിൽ പറയാം, എന്താ, ട്രേഡിംഗ് അല്ലെ, ട്രേഡിംഗ് ഓഫ് ഗുഡ്സ്, കച്ചവടം, ട്രേഡിംഗ് ഓഫ് ഗുഡ്സ്. അപ്പൊ ഈ ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞ എന്താണ്, അതൊരു ബിസിനസ് ഈവന്റ് ആണ്. ക്ലിയർ. ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബിസിനസ്സിലെ ഈവന്റ് ആണ്. അതുപോലെ മറ്റൊരു ഈവന്റ് ആണ്, ഇപ്പോ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു കസ്റ്റമർക്ക്. നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ സർവീസ് പ്രൊവൈഡിങ്. അപ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും എന്താണ്, അതും ഒരു ബിസിനസ് ഈവന്റ് ആണ്. ക്ലിയർ. സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും എന്താണ്, അതും ഒരു ബിസിനസ് ഈവന്റ് ആണ്. ക്ലിയർ. മറ്റൊരു ഈവന്റ് ആണ് എന്താ, ഗുഡ്സ് മാനുഫാക്ചറിങ് ചെയ്യുന്നു അല്ലെ, പ്രൊഡക്ഷൻ. ഗുഡ്സിന്റെ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ അതും എന്താണ്, അതും ഒരു ബിസിനസ് ഈവന്റ് ആണ്. ക്ലിയർ. അപ്പോ ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് ഒരു ബിസിനസ് ഈവന്റ് ആണ്, സർവീസ് പ്രൊവൈഡിങ് മറ്റൊരു ബിസിനസ് ഈവന്റ് ആണ്, അതുപോലെ ഗുഡ്സിന്റെ മാനുഫാക്ചറിങ് അതും മറ്റൊരു ബിസിനസ് ഈവന്റ് ആണ്. നമ്മളിപ്പോ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു, മറ്റൊരു കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പർച്ചേസ് ചെയ്യുന്നു അല്ലെ, അത് ഇമ്പോർട്ടിംഗ് ആണ്. അപ്പോൾ ഇമ്പോർട്ടിംഗ് ഓഫ് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു,
അതും എന്താണ്? അതും ബിസിനസ്സിലെ ഒരു ഈവന്റ് ആണ്. അതും ബിസിനസ് ഈവന്റ് ആണ്. ക്ലിയർ? എന്നാൽ ഈ ബിസിനസ്സിലെ ഈ ഈവന്റുകളൊക്കെ ഓരോ ഈവന്റ് നടക്കുമ്പോഴും അവിടെ ടാക്സ് വരും. ഓരോ ഈവന്റിനും ഓരോ ടാക്സ് നമ്മൾ ചാർജ് ചെയ്യും. അതായത് ഗുഡ്സ് അതിന്റെ ട്രേഡിംഗ്, പർച്ചേസ് ആൻഡ് സെയില്, ആ ഒരു ട്രേഡിംഗ് നടക്കുമ്പോൾ നമുക്ക് ആ ട്രേഡിങ്ങിലൂടെ നമുക്ക് ഇൻകം വരും. അതിന് നമ്മൾ ടാക്സ് ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യണം. ക്ലിയർ? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, സർവീസ് പ്രൊവൈഡ് ചെയ്താൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യണം. ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തു, അതിനും ടാക്സ് ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യണം. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തു, അതിനും ടാക്സ് നമ്മൾ ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബിസിനസ് ഈവന്റുകളൊക്കെ എന്താണ്? ഇതെല്ലാത്തിനും ടാക്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വിളിക്കാം, ഈ എല്ലാ ബിസിനസ് ഈവന്റുകളെയും വിളിക്കാം, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ടാക്സബിൾ ഈവന്റ് ആണ്. ഓക്കെ, ഈ ഈവന്റുകൾക്കൊക്കെ ഈ ഓരോ ഈവന്റിനും അതിന് ഓരോന്നിനും ടാക്സ് ഉള്ളത് കൊണ്ട് ആ എല്ലാ ബിസിനസ് ഈവന്റുകളെയും നമുക്ക് വിളിക്കാം, ഇതെല്ലാം ടാക്സബിൾ ഈവന്റുകളാണ്. ക്ലിയർ? ഇതെല്ലാം ടാക്സബിൾ ഈവന്റുകളാണ്. ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് ഒരു ടാക്സബിൾ ഈവന്റ് ആണ്. സർവീസ് പ്രൊവൈഡിംഗ് മറ്റൊരു ടാക്സബിൾ ഈവന്റ് ആണ്. ഗുഡ്സിന്റെ മാനുഫാക്ചറിങ് അതും മറ്റൊരു ടാക്സബിൾ ഈവന്റ് ആണ്. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു, അതും മറ്റൊരു ടാക്സബിൾ ഈവന്റ് ആണ്. ക്ലിയർ? അപ്പോ ഈ പറഞ്ഞ ഈവന്റുകളൊക്കെ 17 ജൂലൈ 1 മുമ്പുമുണ്ട്, ഇപ്പോഴുമുണ്ട്. ഇതൊക്കെ ബിസിനസ് ഈവന്റുകളാണ്. അതിനൊക്കെ ടാക്സ് പണ്ടുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ക്ലിയർ? എന്നാൽ 17 ജൂലൈ 1 മുമ്പ് ഈ പറഞ്ഞ ടാക്സബിൾ ഈവന്റുകൾക്ക് നമ്മൾ ഏത് ടാക്സ് ആയിരുന്നു നമ്മൾ ചാർജ് ചെയ്ത ടാക്സ്? ആദ്യം നോക്കാം. ഫോർ എക്സാമ്പിൾ 17 ജൂലൈ 1 അതിനു മുമ്പ് ട്രേഡിംഗ് ഓഫ് ഗുഡ്സിന്റെ ട്രേഡിംഗ് സമയത്ത് നമ്മൾ കൊടുത്ത ടാക്സ് ആയിരുന്നു VAT, വാറ്റ്. ക്ലിയർ? ട്രേഡിംഗ് ഓഫ് ഗുഡ്സിന്റെ ട്രേഡിംഗ്, കച്ചവട സമയത്ത് അവിടെ നമ്മൾ ഗവൺമെന്റിന് കൊടുത്ത ടാക്സ് ആയിരുന്നു VAT, വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്. അതുപോലെ മറ്റൊരു ടാക്സബിൾ ഇവന്റ് ഏതാ? സർവീസ് പ്രൊവൈഡിംഗ്, അല്ലെ? സർവീസ് പ്രൊവൈഡിംഗ് സമയത്ത് നമ്മൾ ഗവൺമെന്റിന് കൊടുത്ത ടാക്സ് ആയിരുന്നു സർവീസസ് ടാക്സ്, സർവീസ് ടാക്സ്. ക്ലിയർ? മറ്റൊരു ഇവന്റ് ഏതാ? ഗുഡ്സ് മാനുഫാക്ചറിങ് ചെയ്യുന്നു, ആ ടാക്സബിൾ ഈവന്റ് നടക്കുമ്പോൾ നമ്മൾ ഗവൺമെന്റിന് കൊടുത്ത ടാക്സ് ആയിരുന്നു എക്സൈസ്, സെൻട്രൽ എക്സൈസ് ടാക്സ്, സെൻട്രൽ എക്സൈസ് ടാക്സ്. അടുത്ത ഈവന്റ് ഏതാ? ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു, അല്ലെ? ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ടാക്സബിൾ ഈവന്റ് നടക്കുമ്പോൾ നമ്മൾ കൊടുത്ത ടാക്സ് ആയിരുന്നു ഏത്? അതായിരുന്നു കസ്റ്റംസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി. ക്ലിയർ? ഓക്കെ. അപ്പൊ പറഞ്ഞു വരുന്ന പോയിന്റ്, ഓരോ ടാക്സബിൾ ഈവന്റിനും ഓരോ വ്യത്യസ്തമായ ടാക്സ് ഉണ്ടായിരുന്നു ഇവിടെ. ഓരോ ടാക്സബിൾ ഈവന്റിനും ഓരോ വ്യത്യസ്തമായ ടാക്സ് ഉണ്ടായിരുന്നു. ക്ലിയർ? ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് വാറ്റ്, സർവീസ് പ്രൊവൈഡിംഗ് സർവീസ് ടാക്സ്, ഗുഡ്സിന്റെ മാനുഫാക്ചറിങ് എക്സൈസ് ടാക്സ്, ഗുഡ്സിന്റെ ഇമ്പോർട്ടിംഗ് കസ്റ്റംസ് ടാക്സ്. ഇതായിരുന്നു ആ ഒരു ഫ്ലോ. എന്നാൽ 17 ജൂലൈ 1 2017 ജൂലൈ 1 ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ ഈ വ്യത്യസ്തമായ ടാക്സബിൾ ഈവന്റുകളൊക്കെ എന്ത് ചെയ്തു? ഒരു ഒറ്റ ഈവന്റ് ആയി മാറി. ക്ലിയർ? ട്രേഡിംഗ് ഗുഡ്സും സർവീസ് പ്രൊവൈഡിങ്ങും ഗുഡ്സിന്റെ മാനുഫാക്ചറിങ്ങും ഗുഡ്സിന്റെ ഇമ്പോർട്ടിങ്ങും എന്നിങ്ങനെയുള്ള ഈ ടാക്സബിൾ ഈവന്റുകളൊക്കെ എന്ത് ചെയ്തു? ഒരൊറ്റ ഈവന്റ് ആയി മാറി. അതായത് ഒരൊറ്റ പേരിൽ ഒതുങ്ങി ഈ എല്ലാ ഈവന്റുകളും. നമുക്കിനി ആ ഒരൊറ്റ പേര് പറഞ്ഞാൽ മതി, ആ പേരിൽ ഈ എല്ലാ ഈവന്റുകളും ഉണ്ട് എന്നർത്ഥം. ആ പേരാണ് സപ്ലൈ, SUPPLY, സപ്ലൈ. അപ്പോ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലൈ മീൻസ് ടാക്സബിൾ ഈവന്റ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് ഒരു സപ്ലൈ ആണ്, അത് സപ്ലൈ ആണ്. ഗുഡ്സിന്റെ മാനുഫാക്ചറിങ് അതൊരു സപ്ലൈ ആണ്. ഗുഡ്സ് ഇമ്പോർട്ടിങ്
അത് ഒരു സപ്ലൈ ആണ്. സർവീസ് പ്രൊവൈഡിങ് അത് ഒരു സപ്ലൈ ആണ്. അപ്പോ ഈ ടാക്സബിൾ ഇവന്റുകളൊക്കെ എന്ത് ചെയ്തു? ഒരൊറ്റ പേരായി മാറ്റി. ആ പേരാണ് സപ്ലൈ. നമുക്ക് ഇനി 17 ജൂലൈ 1 മുതൽ നമുക്ക് പ്രത്യേകം ഓരോ ഈവന്റും എടുത്തു പറയേണ്ട ആവശ്യമില്ല. സപ്ലൈ എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ? അപ്പോ 17 ജൂലൈ 1 ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ വ്യത്യസ്തമായ ടാക്സബിൾ ഈവന്റുകളൊക്കെ സപ്ലൈ എന്ന ഒരൊറ്റ ടാക്സബിൾ ഈവന്റായി മാറി. അങ്ങനെയെങ്കിൽ അന്ന് ആ വ്യത്യസ്തമായ ടാക്സബിൾ ഈവന്റിന്റെ അണ്ടറിൽ ഓരോന്നിന്റെയും അണ്ടറിൽ ഉണ്ടായിരുന്ന ആ ഓരോ ടാക്സുകൾ ഇപ്പൊ എവിടെ പോയി? വാറ്റും സർവീസ് ടാക്സും എക്സൈസും കസ്റ്റംസും ഇതൊക്കെ എവിടെ പോയി? ആ എല്ലാ ടാക്സും എന്ത് ചെയ്തു? ഒരൊറ്റ ടാക്സ് ആയി മാറി. ഓക്കെ, ആ ടാക്സിന്റെ പേരാണ് GST. ചുരുക്കി പറഞ്ഞാൽ 17 ജൂലൈ 1 മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എല്ലാ വ്യത്യസ്തമായ ടാക്സബിൾ ഈവന്റുകളും ഒരു ഒറ്റ ഈവന്റായി മാറി. ആ ഈവന്റിന്റെ പേരാണ് സപ്ലൈ. ആ സമയത്ത് ഉണ്ടായിരുന്ന വ്യത്യസ്തമായ എല്ലാ ടാക്സുകളും ഒരൊറ്റ ടാക്സ് ആയി മാറി. ആ ടാക്സിന്റെ പേരാണ് GST. എന്ന് പറഞ്ഞാൽ 17 ജൂലൈ 1 മുതൽ നമുക്ക് ഒരൊറ്റ ടാക്സബിൾ ഈവന്റും അതിന്റെ അണ്ടറിൽ ഒരൊറ്റ ടാക്സും. ടാക്സബിൾ ഈവന്റ് പേര് സപ്ലൈ, ടാക്സിന്റെ പേര് GST. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിനി ഈ രണ്ട് ടേമിൽ നിന്ന് മാത്രം പഠിച്ചാൽ മതി. 17 ജൂലൈ 1 മുതൽ നമുക്ക് ഈ രണ്ട് ടേമിൽ നിന്ന് മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, പർച്ചേസും സെയിലും എടുത്തു വേണ്ട ആവശ്യമില്ല, സപ്ലൈ ആണ്. ക്ലിയർ? ഓക്കെ, ഇപ്പൊ നമുക്ക് 17 ജൂലൈ 1 നിൽക്കുകയാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോ 2020 ഓഗസ്റ്റ് മാസം ഇവിടം വരെ ഈ 3 വർഷം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒരുപാട് മാറ്റങ്ങൾ വന്നു GST-യില്. ആ സപ്ലൈ എന്ന ടേം, അതിന്റെ അണ്ടറിൽ ഒറ്റ ടാക്സ് GST, ആ രണ്ട് ടേമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഇവിടെ ഈ ഒരു 3 വർഷം ആകുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണം? ആ 3 വർഷം ഓരോ സമയത്തുണ്ടായ കാര്യങ്ങൾ പഠിച്ചു പോകണം. ക്ലിയർ? ഓക്കെ, ഒരുപാട് മാറ്റമുണ്ട്. ഇന്നും കൂടെ ഒരു മാറ്റം വന്നു GST-യില്. ഒരുപാട് മാറ്റങ്ങൾ GST-യിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു 3 വർഷത്തെ നമ്മളെ ക്ലാസ് അവസാനിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഓക്കെ, ക്ലിയർ? അപ്പോ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ടാക്സബിൾ ഇവന്റ് ആയ സപ്ലൈ എന്ന ടേം ആൻഡ് ടാക്സ് ആയ GST എന്ന ടേം. ഈ രണ്ട് ടേമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ? ഓക്കെ, സപ്ലൈ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. 2 ടൈപ്പ് ഓഫ് സപ്ലൈ. ഓക്കെ, രണ്ട് തരം സപ്ലൈ ഉണ്ട്. ഒന്ന് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഒന്നേതാണ്? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? INTRA, ഇൻട്രാ സ്റ്റേറ്റ് മീൻസ് വിതിൻ ദ സ്റ്റേറ്റ്, അല്ലെ? വിതിൻ ദ സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റിനകത്ത് നടക്കുന്ന സപ്ലൈ. സെല്ലറും ബയ്യറും സെയിം സ്റ്റേറ്റ്, കേരളത്തിലാണ് സെല്ലറും ബയ്യറും. അതാണ് എന്ത്? വിതിൻ ദ സ്റ്റേറ്റ് മീൻസ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർ സ്റ്റേറ്റ്. INTER, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ എന്നല്ല മനസ്സിലാക്കേണ്ടത്. GST-യിൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ എന്നൊരു മീനിങ് അല്ല വരേണ്ടത്. നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്കുള്ള സപ്ലൈ. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റിൽ നിന്നും പുറത്തേക്കുള്ള സപ്ലൈ ആണ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. അങ്ങനെ എടുത്തു പറയാൻ കാരണം, ഇപ്പോ കേരളം സെല്ലർ, കേരളത്തിലുള്ള ഒരു സെല്ലർ കർണാടകയിലുള്ള ഒരു ബയ്യർക്ക് സെയിൽ നടത്തിയാൽ ആ സപ്ലൈ വിളിക്കാം ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ഓക്കെ, എന്നാൽ കേരളത്തിലുള്ള സെല്ലർ അങ്ങ് ദുബായ്, UAE എന്ന കൺട്രി, അല്ലെ? ദുബായിലാണ് കസ്റ്റമർ, അങ്ങോട്ടേക്ക് സെയിൽ നടത്തിയാൽ അത് എക്സ്പോർട്ട് അല്ലേ? എക്സ്പോർട്ട്. ആ എക്സ്പോർട്ടിനെ നമ്മൾ വിളിക്കും ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിക്കും. ക്ലിയർ? അപ്പൊ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള സപ്ലൈയും
രണ്ട് കൺട്രീസ് തമ്മിലുള്ള സപ്ലൈ നമ്മൾ കോമൺ ആയി വിളിക്കും ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള സപ്ലൈ എന്നൊരു മീനിങ് അല്ല വരുന്നേ, നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്കുള്ള സപ്ലൈ സെയില്, അതാണ് എന്ത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ. ക്ലിയർ? അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് സപ്ലൈ ഉണ്ട്. ഒന്ന് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, രണ്ട് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ക്ലിയർ? ഓക്കെ. സപ്ലൈ അത്രേ ഉള്ളൂ, കംപ്ലീറ്റ്. ഇനി നെക്സ്റ്റ് ടൈം ഏതാ? ജി എസ് ടി. ജി എസ് ടി നമുക്ക് 3 ടൈപ്പ് ഉണ്ട്, 3 തരം ജി എസ് ടി ഉണ്ട്. 3 ടൈപ്പ് ഓഫ് ജി എസ് ടി. ഒന്ന് സി ജി എസ് ടി. സി ജി എസ് ടി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ജി എസ് ടി. സെൻട്രൽ ജി എസ് ടി. രണ്ട് എസ് ജി എസ് ടി. എസ് ജി എസ് ടി മീൻസ് സ്റ്റേറ്റ് ജി എസ് ടി. സ്റ്റേറ്റ് ജി എസ് ടി. ആൻഡ് ലാസ്റ്റ് മൂന്നാമത്തെ ജി എസ് ടി ആണ് ഐ ജി എസ് ടി. ഐ ജി എസ് ടി മീൻസ് ഇന്റഗ്രേറ്റഡ് ജി എസ് ടി. ഇന്റഗ്രേറ്റഡ് ജി എസ് ടി. ഐ മീൻസ് ഇന്റഗ്രേഷൻ, ഇന്റഗ്രേറ്റഡ് ജി എസ് ടി. ഓക്കെ. അപ്പോ 3 ടൈപ്പ് ഓഫ് ജി എസ് ടി: സി ജി എസ് ടി, എസ് ജി എസ് ടി ആൻഡ് ഐ ജി എസ് ടി. ക്ലിയർ? അപ്പൊ നമുക്ക് രണ്ട് ടേം ആയിരുന്നു, സപ്ലൈ ദെൻ ജി എസ് ടി. സപ്ലൈ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്തു, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആൻഡ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ദെൻ നെക്സ്റ്റ് ടൈം ജി എസ് ടി ആയിരുന്നു. ജി എസ് ടി നമ്മൾ മൂന്നായി ഡിവൈഡ് ചെയ്തു, സി ജി എസ് ടി, എസ് ജി എസ് ടി ആൻഡ് ഐ ജി എസ് ടി. ക്ലിയർ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ. അതായത് മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം ഇപ്പോ നമ്മൾ ബിസിനസ്സുകാരാണ്. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ കൂടെ ജി എസ് ടിയും കൂടെ ചാർജ് ചെയ്തായിരിക്കും കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. ശരിയല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു മൊബൈൽ ഷോപ്പ് റൺ ചെയ്യുന്ന ബിസിനസ്സുകാരനാണ്. ഇപ്പോ ഈ ഒരു മൊബൈൽ ഫോൺ ഞാൻ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു. ഈ മൊബൈൽ ഫോണിന്റെ റേറ്റ് ഒരു 1000 രൂപയാണ് സങ്കല്പിക്കുക. ഓക്കെ. ഇതിന്റെ ജി എസ് ടി റേറ്റ് ഒരു 5 ആണ് സങ്കല്പിക്കുക. ജസ്റ്റ് ഇമാജിൻ. ഇപ്പോ 1000 രൂപ ഈ മൊബൈൽ ഫോണിന്റെ വാല്യൂ, 5 ആണ് ജി എസ് ടി റേറ്റ്. അപ്പൊ ഞാൻ ഈ മൊബൈല് കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ 1000 രൂപയ്ക്കാണോ സെയിൽ ചെയ്യുന്നത്? അല്ല, 1000 രൂപയും അതിന്റെ 5 ജി എസ് ടിയും കൂടെ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. ക്ലിയർ? അപ്പോ എത്ര വരും? 50 രൂപ ജി എസ് ടി അല്ലെ? 50 റുപ്പീസ് ജി എസ് ടി ആണ്. അപ്പൊ 1000 രൂപ പ്ലസ് 50 ജി എസ് ടി, 1050 രൂപയ്ക്ക് എന്ത് ചെയ്യും? കസ്റ്റമർക്ക് സെയിൽ ചെയ്യും. ഓക്കെ. അപ്പൊ ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾ പ്രകാരം സെല്ലറും ഞാൻ ആർക്ക് സെയിൽ ചെയ്യുന്നു ആ ബയ്യറും സെയിം സ്റ്റേറ്റ് ആണ്. ജസ്റ്റ് ഇമാജിൻ, രണ്ടുപേരും കേരളത്തിലുള്ളവരാണ്. ഓക്കെ. അപ്പോ ഞാൻ കസ്റ്റമർക്ക് 1050 രൂപയ്ക്ക് ഈ മൊബൈൽ എന്ത് ചെയ്തു? സെയിൽ ചെയ്തു. ദെൻ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് 1050 രൂപ ഞാൻ കളക്ട് ചെയ്തു. ഓക്കെ. ഞാൻ 1050 കളക്ട് ചെയ്താൽ ആ 1050 എന്റെ ഇൻകം ആണോ? എന്റെ വരുമാനമാണോ? അല്ല, 1000 രൂപ മാത്രമാണ് എന്റെ ഇൻകം. കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത 50 രൂപ എന്റെ ഇൻകം അല്ല. അത് ഞാൻ ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യാനുള്ള എന്റെ ലൈബിലിറ്റി ആണ്, എന്റെ ബാധ്യത, എന്റെ ലൈബിലിറ്റി ആണ് ആ 50 രൂപ എന്ന് പറയുമ്പോൾ. ഓക്കെ. അപ്പോ ഈ 50 രൂപ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത ഈ 50 രൂപ ജി എസ് ടി, അത് ഞാൻ ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യേണ്ട ലൈബിലിറ്റി ആണ്, നമുക്കറിയാം. പക്ഷേ നമുക്ക് അവിടെ ഒരു ഡൗട്ട് വരുന്നു, ഒരു ചെറിയ ഡൗട്ട്. കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഈ 50 രൂപ ജി എസ് ടി നമ്മൾ ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷെ ഡൗട്ട് മീൻസ് അതല്ല, ഏത് ഗവൺമെന്റ്? നമുക്കിവിടെ നമ്മുടെ മുമ്പിൽ ഇവിടെ 2 ഗവൺമെന്റ് ഉണ്ട്. ഒന്ന് സെൻട്രൽ ഗവൺമെന്റും 2 സ്റ്റേറ്റ് ഗവൺമെന്റും. ഒന്ന് സെൻട്രൽ ഗവൺമെന്റും
2 സ്റ്റേറ്റ് ഗവൺമെന്റും. GST നിയമത്തിൽ പറയുന്ന പ്രകാരം നോക്കുമ്പോൾ നമ്മൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് സെയിൽസിന് കറസ്പോണ്ടന്റ് ആയി കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഈ 50 രൂപ GSTയിൽ 25 രൂപ സെൻട്രൽ ഗവൺമെന്റിനും 25 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിനും പോകേണ്ടതാണ്. അതായത് എത്ര GST ആണോ കളക്ട് ചെയ്യുന്നേ അതിൽ ഈക്വൽ റവന്യൂ പോകണം അതാത് ഗവൺമെന്റുകൾക്ക്. 5 ആണ് GST റേറ്റ് എങ്കിൽ 2.5 സെൻട്രൽ ഗവൺമെന്റിന്റെ റവന്യൂ ആണ്, 2.5 സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റവന്യൂ ആണ്. അപ്പോ ഞാൻ എന്ത് ചെയ്യുക, കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഈ 50 രൂപയിൽ അവിടെ വെച്ച് എന്ത് ചെയ്യുക, 2 ഡിവൈഡ് ചെയ്യുക. 25ഉം 25ഉം ഇതിനെന്ത് ചെയ്യുക, 25 ഞാൻ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം. 25 ബാക്കി 25 എന്ത് ചെയ്യുക, സ്റ്റേറ്റ് ഗവൺമെന്റ് ആരാ, കേരളം അല്ലെ, കേരളത്തിനും കൊടുക്കണം. അപ്പോ എന്ത് പേരിട്ട് കൊടുക്കും, ഒരു പേര് വിളിക്കാം. 25 സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാനുള്ള 25നെ വിളിക്കാം CGST, സെൻട്രൽ GST. സ്റ്റേറ്റ് ഗവൺമെന്റ് ആയ കേരളത്തിന് കൊടുക്കാനുള്ള 25നെ വിളിക്കാം SGST. ഞാൻ എന്ത് ചെയ്യുക, കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത 50 രൂപ 2 ഡിവൈഡ് ചെയ്തു, 25 CGST എന്ന പേരിൽ സെൻട്രൽ ഗവൺമെന്റിനും 25 SGST എന്ന പേരിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഞാൻ കൊടുക്കുന്നു. ആ സമയത്ത് എന്റെ ഉത്തരവാദിത്തം തീർന്നു. അപ്പൊ ആസ് എ സെല്ലർ എന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഗവൺമെന്റിന് വേണ്ടിയിട്ട്, ഗവൺമെന്റിന് റവന്യൂ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ സെയിൽ ചെയ്യുമ്പോൾ എന്റെ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് മേടിച്ച് 2 ഡിവൈഡ് ചെയ്ത് അതാത് ഗവൺമെന്റുകൾക്ക് കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമായിരുന്നു. അത് ഞാൻ ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് ഡൗട്ട് വരുന്നില്ല, ക്ലിയർ ആണ്. എന്നാൽ ഈ സെയിം എക്സാമ്പിൾ കസ്റ്റമർ കർണാടകയിലാണ്. ഓക്കെ, കസ്റ്റമർ കർണാടക സ്റ്റേറ്റ് ആണ് സങ്കല്പിക്കുക. ഞാൻ സെല്ലർ കേരളം, കസ്റ്റമർ വേറെ സ്റ്റേറ്റ് കർണാടക സ്റ്റേറ്റ് ആണ്. അപ്പോ ഞാൻ കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, ഈ 1050 കളക്ട് ചെയ്തു. 50 രൂപ GST ആണ്. ഓക്കെ, അപ്പോ ഒരു സംശയവും വേണ്ട, 50 രൂപയിൽ 25 എന്താണ് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കേണ്ടതാണ്, 25 സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അത് സംശയമൊന്നുമില്ല, അതിനകത്ത് സെല്ലർക്ക് കൊടുക്കുക അങ്ങനെ. പക്ഷെ അവരൊരു ഡൗട്ട് വരുന്നുണ്ട്, 25 സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കേണ്ടതാണ്, അതിൽ ഡൗട്ടില്ല. ബാക്കി 25 സ്റ്റേറ്റ് ഗവൺമെന്റിന് പോവേണ്ടതാണ്. അവിടെ ഡൗട്ട് വരും, ഏത് സ്റ്റേറ്റ്? കാരണം ഇവിടെ നമുക്ക് 2 സ്റ്റേറ്റ് ഉണ്ട് അല്ലെ, ഇവിടെ നമുക്ക് 2 സ്റ്റേറ്റ് ഉണ്ട്. സോ അവിടെ ഡൗട്ട് വരുന്നു, ഏത് സ്റ്റേറ്റിനാണ് ആ സ്റ്റേറ്റ് റവന്യൂ 25 ഞാൻ കൊടുക്കേണ്ടത്? നേരത്തെ ആ ഡൗട്ട് വന്നില്ല, കാരണം നേരത്തെ സെല്ലറും ബയറും ഒരു സ്റ്റേറ്റ് ആയിരുന്നു, കേരള. അപ്പൊ അവിടെ നമുക്ക് സ്റ്റേറ്റ് റവന്യൂ കേരളത്തിനാണ് നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സെല്ലർ കേരളയും ബയർ കർണാടകയുമാണ്. അപ്പോ കസ്റ്റമറായ കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഈ 50 രൂപ സെല്ലർ 2 ഡിവൈഡ് ചെയ്ത് 25 ആക്കി മാറ്റിയാൽ 25 CGST ആയിട്ട് സെൻട്രലിന് കൊടുക്കാം, ബാക്കി 25 SGST ആയിട്ട് ഏത് സ്റ്റേറ്റിന് കൊടുക്കും? കേരളത്തിനാണോ കർണാടകയ്ക്കാണോ? അങ്ങനെ ഒരു ഡൗട്ട് വരും. പക്ഷെ ആ ഡൗട്ടും ഉണ്ടാകാതിരിക്കാനായിട്ട് GST നിയമത്തിൽ പറയുന്നുണ്ട്, ഈ GST റവന്യൂ പോകേണ്ടത് കൺസ്യൂം സ്റ്റേറ്റിനാ പോകേണ്ടത്. കൺസംപ്ഷൻ സ്റ്റേറ്റ്, കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റിനാണ് GST റവന്യൂ പോകേണ്ടത്. ക്ലിയർ? ഇവിടെ കേരളവും കർണാടകയും ഉണ്ട്. ഇവിടെ ഏതാണ് കൺസ്യൂം സ്റ്റേറ്റ്? നമുക്കറിയാം, ഏതാ? കസ്റ്റമർ കർണാടകയിലാണ്. സോ കർണാടകയാണ് കൺസ്യൂം സ്റ്റേറ്റ്. അപ്പോ ആ 25 ആയ സ്റ്റേറ്റ് റവന്യൂ പോകേണ്ടത് കർണാടക സ്റ്റേറ്റിനാണ്. അപ്പൊ നമുക്ക് ആ GST റൂളിൽ പറയുന്നത് കൊണ്ട് നമുക്ക് ഡൗട്ട് ഇല്ല. പക്ഷേ ഈ GST അതോറിറ്റി, കേന്ദ്രത്തിലുള്ള GST അതോറിറ്റി, അവർക്കൊരു ഡൗട്ട്. ഇവിടെ കേരളമാണ് കർണാടകത്തിന്റെ കയ്യിൽ നിന്ന് 50 രൂപ കളക്ട് ചെയ്തേ. 25 CGST ആയിട്ട് കേന്ദ്രത്തിന് കൊടുക്കും, പ്രോബ്ലം ഇല്ല. പക്ഷെ ബാക്കി 25 ഈ കേരളം, കേരളം
ആ 25 ST എന്ന പേരിൽ കർണാടക വേറെ സ്റ്റേറ്റ് അല്ലേ, ആ കർണാടകയ്ക്ക് കൊടുക്കാതിരിക്കാൻ ചാൻസ് ഉണ്ടോ? അതിന്റെ പേരിൽ ഇനി കേരളവും കർണാടകയും തമ്മിൽ ഒരു തർക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അവർ തമ്മിൽ ഒരു തർക്കമുണ്ട്, ഈ ഒരു സ്റ്റേറ്റ് റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാതിരിക്കുമോ കേരളം കർണാടകയ്ക്ക്? അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് അതോറിറ്റിക്ക് വന്നതുകൊണ്ട് ഇതിന്റെ പേരിൽ ഇനി കേരളവും കർണാടകയും തമ്മിൽ തർക്കം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് GST അതോറിറ്റി പറഞ്ഞു, വേറെ സ്റ്റേറ്റിലേക്ക് സെയിൽ നടത്തി, ഇവിടെ കേരളം കർണാടകയിലേക്ക് സെയിൽ നടത്തി, കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഈ 50 രൂപ സെല്ലർ എന്ത് ചെയ്യണ്ട? സെല്ലർ ഡിവൈഡ് ചെയ്യണ്ട. ഓക്കെ, സെല്ലർ ഡിവൈഡ് ചെയ്ത് പകുതി സെൻട്രൽ ഗവൺമെന്റിനും ബാക്കി പകുതി കൺസ്യൂം സ്റ്റേറ്റിനും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതി അതോറിറ്റി പറഞ്ഞു അത് വേണ്ട. സെല്ലർ എന്ത് ചെയ്യണ്ട? കേരളം എന്ത് ചെയ്യണ്ട? അത് രണ്ടായി ഡിവൈഡ് ചെയ്യണ്ട. അപ്പോ കേരളം ചോദിച്ചു, ഞാൻ കർണാടകത്തിന്റെ കയ്യിൽ നിന്ന് കസ്റ്റമർ ചെയ്ത് കളക്ട് ചെയ്ത ഈ 50 രൂപ ഞാൻ രണ്ടായി ഡിവൈഡ് ചെയ്യണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അത്? അപ്പോ GST അതോറിറ്റി പറഞ്ഞു, ആ 50 രൂപ എന്ത് ചെയ്യുക? കേരളം ആ 50 രൂപ മൊത്തമായിട്ട് എന്ത് ചെയ്യുക? കേന്ദ്രത്തിന് കൊടുക്കാൻ പറഞ്ഞു. ക്ലിയർ? ആ 50 രൂപ എന്ത് ചെയ്യുക? മൊത്തമായിട്ട് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാൻ പറഞ്ഞു GST അതോറിറ്റി. അതായത് സ്റ്റേറ്റ് റവന്യൂവും സെൻട്രൽ റവന്യൂമായ ഒരുമിച്ചുള്ള ആ 50 രൂപ മൊത്തമായിട്ട് എന്ത് ചെയ്യുക? കേരളം സെൻട്രലിന് കൊടുക്കണം, അങ്ങനെ പറഞ്ഞു. അപ്പോ കേരളം പറഞ്ഞു ഓക്കെ കൊടുക്കാം. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തെന്താ? അപ്പൊ പറഞ്ഞു നിങ്ങൾ 50 രൂപ എന്ത് ചെയ്യുക? സെൻട്രലിന് കൊടുക്കൂ. സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ആ 50 രൂപയ്ക്ക് അകത്ത് വരുന്ന 25 രൂപ സെൻട്രലിന്റെ റവന്യൂ ആണല്ലോ, സെൻട്രൽ പോർഷൻ, അത് അവരിങ്ങ് എടുത്തോളും. അതിൽ ബാക്കി വരുന്ന 25 ഇല്ലേ, സ്റ്റേറ്റ് പോർഷൻ, അതെന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റ് നോക്കും ശരിക്കും ഈ രണ്ട് സ്റ്റേറ്റിൽ ആരാണ് കൺസ്യൂം സ്റ്റേറ്റ്, കേരളയാണോ കർണാടകയാണോ നോക്കിയിട്ട് ആ കർണാടകയാണ്. ദെൻ എന്ത് ചെയ്യും? ആ കർണാടക സ്റ്റേറ്റിന് ആ ST പോർഷനായ 25 കേന്ദ്രം കൊടുത്തോളും പിന്നീട്. ക്ലിയർ? അപ്പോ കേരളമായി ഞാൻ അതോറിറ്റിയോട് ചോദിച്ചു, ഞാൻ ഈ 50 രൂപ മൊത്തമായിട്ട് കേന്ദ്രത്തിന് കൊടുക്കാം, പക്ഷെ എന്ത് പേരിൽ കൊടുക്കും? ഒരു പേര് വേണ്ടേ? കേന്ദ്രത്തിന് കൊടുക്കുന്നത് കരുതിയിട്ട് CGST എന്ന പേരിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ പോർഷൻ മാത്രമാണെന്ന് അർത്ഥം. അതുകൊണ്ട് CGST എന്ന പേരിൽ 50 കൊടുക്കാൻ സാധിക്കില്ല. CGSTയിൽ എപ്പോഴും 25 വരാൻ സാധിക്കും. സോ ഞാൻ ഈ 50 രൂപ എന്ത് പേരിൽ കൊടുക്കും സെൻട്രൽ ഗവൺമെന്റിന്? അപ്പോ അതോറിറ്റി പറഞ്ഞു, എന്തായാലും ഈ 50 രൂപയ്ക്കകത്ത് CGST പോർഷനും ഉണ്ട്, STST പോർഷനും ഉണ്ട് അല്ലെ? CGST 25 ഉണ്ട്, STST 25 ഉണ്ട്. രണ്ടും കൂടെ ഒരുമിച്ചുള്ള എമൗണ്ട് അല്ലേ ഈ 50 രൂപ GST. സോ CGSTയും STSTയും കൂടെ സംയോജിച്ച ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേഷൻ ഓഫ് CGST പ്ലസ് STST IGST, CGSTന്റെയും STSTന്റെയും ഒരു ഇന്റഗ്രേഷൻ ആയ എമൗണ്ട് ആയതുകൊണ്ട് ഈ 50 രൂപ നമുക്ക് വിളിക്കാം IGST. സോ കേരളം എന്ത് ചെയ്യുക? IGST എന്ന പേരിൽ ഈ 50 രൂപ എന്ത് ചെയ്യുക? സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കേണ്ടതാണ്. സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റിന് കിട്ടിയ IGST 50 രൂപയിൽ അതിനകത്ത് വരുന്ന CGST പോർഷൻ 25 സെൻട്രൽ അങ്ങ് എടുക്കും. ഓക്കെ, ദെൻ ആ IGSTക്ക് അകത്ത് കിടക്കുന്ന STST പോർഷനായ 25 എന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റ് കൺസ്യൂം സ്റ്റേറ്റ് ആയ കർണാടകയ്ക്ക് കൊടുത്തോളും. ക്ലിയർ? അപ്പോ ഇതാണ് ലോജിക്ക്. ചുരുക്കി പറഞ്ഞാൽ സെല്ലർ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ രണ്ടുപേരും സെയിം സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ സെല്ലർ എന്ത് ചെയ്യും? അവിടെ വെച്ച ടാക്സ് രണ്ടായി ഡിവൈഡ് ചെയ്ത് CGSTയും STSTയും ആക്കി മാറ്റുന്നു. ക്ലിയർ? ചുരുക്കി പറഞ്ഞാൽ
ഇൻ ദ കേസ് ഓഫ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ വരുമ്പോഴാണ് സി ജി എസ് ടിയും എസ് ടി എസ് ടിയും ഒരുമിച്ച് അക്കൗണ്ട് ചെയ്യുക. വേറെ സ്റ്റേറ്റിലേക്ക് സെയിൽ നടത്തിയാൽ അവിടെ വരുന്ന ടാക്സിനെ IGST എന്ന് അക്കൗണ്ട് ചെയ്ത് വിളിക്കുന്നു. സോ ഇൻ ദ കേസ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ വരുമ്പോൾ അവിടെ സപ്ലയർ IGST ആണ് അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോ ഈ പറഞ്ഞ രീതിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഒരു പോയിന്റ് ബേസ് ആണ്. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ വരുമ്പോൾ CGSTയും SGSTയും അക്കൗണ്ട് ചെയ്യുന്നു. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ വരുമ്പോൾ IGST അക്കൗണ്ട് ചെയ്യുന്നു സപ്ലയർ. ക്ലിയർ? ഓക്കെ, ഇതാണ് ലോജിക് എന്ന് പറയുമ്പോൾ. ഇനി ഇവിടെ നമുക്ക് രണ്ട് ടെക്നിക്കൽ ടേം അറിയാനുണ്ട്. രണ്ട് ടെക്നിക്കൽ ടേം ആണ്. അതായത് ഒന്ന് ഔട്ട്പുട്ട് GST, രണ്ട് ടെക്നിക്കൽ ടേം ആണ്. ഒന്ന് ഔട്ട്പുട്ട് GST, രണ്ട് ഇൻപുട്ട് GST. ഒന്നേതാണ്? ഒന്ന് ഔട്ട്പുട്ട് GST, രണ്ട് ഇൻപുട്ട് GST. അതായത് നമ്മൾ ഈ പഠിച്ച എക്സാമ്പിൾ പ്രകാരം നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന GST ഉണ്ടല്ലോ അല്ലെ. ഇവിടെ നമുക്ക് ഈ 50 രൂപ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ, അതായത് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ നടക്കുമ്പോൾ സപ്ലയർ അവിടെ CGSTയും SGSTയും അക്കൗണ്ട് ചെയ്യത്തില്ലേ? അതിനെ നമുക്ക് വിളിക്കാം ഔട്ട്പുട്ട്. അതായത് സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന GST വിളിക്കാം ഔട്ട്പുട്ട് GST. ക്ലിയർ? അപ്പൊ എന്താണ് ഔട്ട്പുട്ട്? ഔട്ട്പുട്ട് GST എന്ന ടേം എന്താ മനസ്സിലാക്കേണ്ടത്? സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന GST വിളിക്കാം ഔട്ട്പുട്ട് GST. ക്ലിയർ? അപ്പോ സെയിൽ ചെയ്യുമ്പോൾ അത് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ സപ്ലയർ അവിടെ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സിനെ 50 രൂപയാണെങ്കിൽ 25 CGSTയും 25 SGSTയുമേ അക്കൗണ്ട് ചെയ്യത്തില്ലേ? അപ്പൊ അവിടെ വിളിക്കാം ഔട്ട്പുട്ട് CGST ആൻഡ് ഔട്ട്പുട്ട് SGST എന്ന് വിളിക്കാം. ക്ലിയർ? അതായത് സിമ്പിളായി മനസ്സിലാക്കിയാൽ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ്, ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം 50 രൂപ GST, അത് സെല്ലറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താ വിളിക്കാം ഔട്ട്പുട്ട് GST. ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ എന്ത് വരും? ഔട്ട്പുട്ട് CGST 25, ഔട്ട്പുട്ട് SGST 25, അങ്ങനെയായിരിക്കും അക്കൗണ്ട് ചെയ്യുക. ഇതേ ലോജിക്കിൽ ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിലോ? ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ അല്ലെ, കർണാടകത്തിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത 50 രൂപയാണെങ്കിൽ എന്ത് വിളിക്കും? ഔട്ട്പുട്ട് IGST എന്ന് പറയും. ക്ലിയർ? അപ്പോ ഔട്ട്പുട്ട് മീൻസ് എന്താ? സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സിനെ വിളിക്കാം ഔട്ട്പുട്ട്. ഇൻ ദ കേസ് ഓഫ് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ CGST ഔട്ട്പുട്ട് ആൻഡ് SGST ഔട്ട്പുട്ട്. ഇൻ ദ കേസ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ IGST ഔട്ട്പുട്ട്. ക്ലിയർ? അപ്പൊ ഔട്ട്പുട്ട് ക്ലിയർ ആയി. ദെൻ ഇനി എന്താ? ഇൻപുട്ട്. ഇൻപുട്ട് മീൻസ് നേരെ ഓപ്പോസിറ്റ്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെ, ഇനി പർച്ചേസറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുക. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ സപ്ലയർ ഉറപ്പായിട്ട് നമ്മൾ അതിന് GST കളക്ട് ചെയ്യും അല്ലെ. എപ്പോഴും സെല്ലറിന്റെ ഉത്തരവാദിത്വമാണ് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സെല്ലർ അല്ലെ, നമ്മൾ എവിടുന്ന് പർച്ചേസ് ചെയ്യുന്നു ആ സപ്ലയർ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് മേടിക്കും? ഉറപ്പായിട്ടും GST കളക്ട് ചെയ്യും. ക്ലിയർ? ഉറപ്പായിട്ടും GST കളക്ട് ചെയ്യും. അപ്പോ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ സപ്ലയറിന് കൊടുക്കുന്ന GST വിളിക്കാം ഇൻപുട്ട് GST. ക്ലിയർ? എന്താണ് ഇൻപുട്ട് GST? അതിപ്പോ കേരളത്തിനകത്തുള്ള സപ്ലയറിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് നടത്തുകയാണെങ്കിലോ ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ്, അപ്പോ എന്ത് വരും? അവിടെ
ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും വരും. ശരിയല്ലേ? കേരളത്തിനകത്തുള്ള സപ്ലയറിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും വരും, ഇൻട്രാസ്റ്റേറ്റ് ആയതുകൊണ്ട്. അതുപോലെ കേരളത്തിന് പുറത്തുള്ള സപ്ലയറിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് IGST വരും, ഇൻപുട്ട് IGST വരും. ഇൻ ദ കേസ് ഓഫ് ഇന്റർസ്റ്റേറ്റ് പർച്ചേസ്, ഇൻപുട്ട് IGST. ക്ലിയർ? അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ സെയിലും പർച്ചേസും ഉണ്ടാകും അല്ലെ? ഒരു മൊബൈൽ ഷോപ്പ് ആണെങ്കിൽ ആദ്യം മൊബൈൽ പർച്ചേസ് ചെയ്യും അല്ലെ? ദെൻ ആ മൊബൈൽ നമ്മൾ എന്ത് ചെയ്യും? സെയിൽ ചെയ്യും. പർച്ചേസ് ദെൻ സെയില്. അപ്പോ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ആണ്, ഒന്ന് പർച്ചേസും, രണ്ട് സെയിലും. ക്ലിയർ? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പ്രധാനമായിട്ടുണ്ടാവുന്ന രണ്ട് ആക്ടിവിറ്റീസ് ആണ്, ഒന്ന് പർച്ചേസും, രണ്ട് സെയിലും. ക്ലിയർ? അപ്പോ ഉറപ്പായിട്ടും പർച്ചേസ് നടക്കുമ്പോൾ അവിടെ നമുക്ക് ഇൻപുട്ട് GST വരുന്നുണ്ട് അല്ലെ? ഉറപ്പായിട്ടും സെയിൽ എന്ന് പറയുന്ന ആക്ടിവിറ്റി നടക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും? ഔട്ട്പുട്ട് GSTയും വരും. ക്ലിയർ? അപ്പോ പർച്ചേസും സെയിൽസുമാണ് പ്രധാനപ്പെട്ട രണ്ട് ആക്ടിവിറ്റി ഒരു ബിസിനസ് സ്ഥാപനത്തിൽ. പർച്ചേസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇൻപുട്ട് GST വരും, സെയിൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഔട്ട്പുട്ട് GST വരും. ക്ലിയർ? സെയിൽ ചെയ്യുമ്പോൾ കളക്ട് ചെയ്ത ടാക്സ് ഔട്ട്പുട്ട് GST ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യാനുള്ളതാണ്, ലയബിലിറ്റി ആണ്, ഒരു മാറ്റവുമില്ല. എന്നാൽ നമ്മൾ പർച്ചേസ് നടത്തിയപ്പോൾ സപ്ലയറിന് കൊടുത്ത ടാക്സ് ഇല്ലേ, എന്താ പേര്? ഇൻപുട്ട്. ആ ഇൻപുട്ട് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. നമ്മൾ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് പർച്ചേസ് നടത്തിയതാണെങ്കിൽ, ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സെയിൽ ചെയ്യാനുള്ള ഗുഡ്സ് വാങ്ങിച്ചപ്പോഴോ, അതായത് മൊബൈൽ ഷോപ്പില് സെയിൽ ചെയ്യാനുള്ള മൊബൈൽ ഫോൺ പർച്ചേസ് നടത്തിയപ്പോഴുള്ള കൊടുത്ത ഇൻപുട്ട് GST നമുക്ക് നഷ്ടപ്പെടില്ല, ക്ലെയിം എടുക്കാം. അത് മാത്രമല്ല, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ മേടിച്ച അസറ്റ്, ഒരു വെഹിക്കിൾ മേടിച്ചു, ഒരു വാഹനം മേടിച്ചു, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു വാഹനം മേടിച്ചപ്പോൾ GST കൊടുത്തു, ഇൻപുട്ട് GST നഷ്ടപ്പെടില്ല, ക്ലെയിം എടുക്കാം. അസറ്റാണ്, അസറ്റ് നഷ്ടപ്പെടുന്നില്ല, തിരിച്ച് കിട്ടാനുള്ളതാണ്. ഇപ്പൊ ഇൻപുട്ട് ഈസ് റിക്കവറബിൾ ആണ്, തിരിച്ച് കിട്ടാനുള്ളതാണ്. ഓഫീസിലുണ്ടാവുന്ന എല്ലാ എക്സ്പെൻസും, ഓഫീസ് ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണെങ്കിൽ ആ കൊടുക്കുന്ന ഇൻപുട്ടൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ക്ലിയർ? ഓക്കെ. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ ക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ എനിക്ക് ഒരു മാസം സെയിൽ നടത്തിയ ഇനത്തിൽ എനിക്കൊരു 1000 രൂപ, 1000 രൂപ എനിക്ക് ഔട്ട്പുട്ട് GST ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു 1000 രൂപ എനിക്ക് ഔട്ട്പുട്ട് GST ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതേ മാസം പർച്ചേസ് നടത്തിയ ഇനത്തിൽ എനിക്ക് ഒരു 800 രൂപ ഇൻപുട്ട് GSTയും ഉണ്ട് സങ്കല്പിക്കുക. ഓക്കെ. സെയിൽ നടത്തിയ ഇനത്തിൽ ഔട്ട്പുട്ട് GST 1000 രൂപ, പർച്ചേസ് നടത്തിയ ഇനത്തിൽ ഇൻപുട്ട് GST 800 രൂപ സങ്കല്പിക്കുക. ഔട്ട്പുട്ട് 1000, ഇൻപുട്ട് 800. അങ്ങനെ വരുമ്പോൾ എനിക്ക് ആ ഔട്ട്പുട്ട് ടാക്സ് ആയ 1000 രൂപ ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യാനുള്ള ലയബിലിറ്റി ആണ്. അതേസമയം ആ ഇൻപുട്ട് ആയ 800 എനിക്ക് ക്ലെയിം എടുക്കാനുള്ള അസറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ആ 1000 രൂപ ഞാൻ ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഗവൺമെന്റ് പറയും, ഈ 1000 പേയ്മെന്റ് ചെയ്യണ്ട, നിങ്ങൾക്ക് ഈ മാസം 800 രൂപ ഇൻപുട്ട് GST ഉണ്ടല്ലോ, ആ ഇൻപുട്ട് കുറച്ചിട്ട് ബാക്കി വരുന്ന 200 രൂപ എന്ത് ചെയ്താൽ മതി, പേയ്മെന്റ് നടത്തിയാൽ മതി എന്ന് പറയും ഗവൺമെന്റ്. അതായത് ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാം. സെറ്റ് ഓഫ് ചെയ്യുക മീൻസ് ഔട്ട്പുട്ടിനെ കുറയ്ക്കാം. ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ്, ഇൻപുട്ട് മൈനസ് ആക്കി ബാക്കി വരുന്ന എമൗണ്ട് എന്ത് ചെയ്താൽ മതി, ആ മാസം ഗവൺമെന്റിന് പേയ്മെന്റ് നടത്തിയാൽ മതി. ഞാൻ ഈ മാസം പറയാൻ കാരണം മന്ത്ലി ആണ് GST പേയ്മെന്റ് ചെയ്യേണ്ടത് ഗവൺമെന്റിലേക്ക്. ഓക്കെ.
മന്ത്ലി ആണ് ഗവൺമെന്റിലേക്ക് നമ്മൾ GST പേയ്മെന്റ് ചെയ്യേണ്ടത്. ഒരു മാസം എത്ര സെയിൽ നടന്നു, അതിൽ എത്ര ഔട്ട്പുട്ട് GST. ഒരു മാസം എത്ര പർച്ചേസ് നടന്നു, അതിൽ എത്ര ഇൻപുട്ട് GST. ടോട്ടൽ ഔട്ട്പുട്ടും ടോട്ടൽ ഇൻപുട്ടും കിട്ടുന്നു. ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ട് മൈനസ് ചെയ്യുന്നു, ബാക്കി വരുന്ന എമൗണ്ട് ഗവൺമെന്റിന് എന്ത് ചെയ്യുക, ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ക്ലിയർ? പക്ഷേ അവിടെ ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചെറിയ പ്രശ്നം വേറൊന്നുമല്ല, നമുക്ക് ഒരു മാസം ഒരു ഔട്ട്പുട്ട് ടാക്സും ഒരു ഇൻപുട്ട് ടാക്സും അല്ല ഉണ്ടാവുക. നമുക്ക് മിനിമം 3 ഔട്ട്പുട്ട് ടാക്സും 3 ഇൻപുട്ട് ടാക്സും വരും. ശരിയല്ലേ? നമുക്ക് സെയില് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ അവിടെ നമുക്ക് ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും വരും. ശരിയല്ലേ? എന്നാൽ ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിലോ അവിടെ നമുക്ക് ഔട്ട്പുട്ട് IGST വരും. ക്ലിയർ? അപ്പോ മിനിമം 3 ഔട്ട്പുട്ട് വരുന്നില്ലേ? ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST, ഔട്ട്പുട്ട് IGST, 3 ഔട്ട്പുട്ട് വരും ഒരു മാസം. ക്ലിയർ? അതുപോലെ ഒരു മാസം 3 ഇൻപുട്ടും വന്നുകൂടെ? അല്ലെ? ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും വരും അല്ലെ? അതേപോലെ ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിലോ നമുക്ക് ഇൻപുട്ട് IGST വരും. ക്ലിയർ? ഇൻപുട്ട് IGST വരും. അപ്പൊ നമുക്ക് ഒരു മാസം 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും വരുമെന്നല്ല, വരാം അല്ലെ? ക്ലിയർ? ഇന്റർ പർച്ചേസ് ഉണ്ടെങ്കിൽ IGST ഇൻപുട്ട് വരും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. ക്ലിയർ? അപ്പോ 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും വരാം ഒരു മാസം. അങ്ങനെ 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും വരുന്നുണ്ടെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഔട്ട്പുട്ട് 1000, ഇൻപുട്ട് 800, 1000 നിന്ന് 800 മൈനസ് ചെയ്യുക, ബാക്കി വരെ 200 പേയ്മെന്റ് ചെയ്യുക. വളരെ സിമ്പിളായി പറഞ്ഞു അല്ലെ? പക്ഷെ ഇവിടെ അങ്ങനെ സിമ്പിളായി പറയാൻ പറ്റില്ല. കാര്യം എന്താ? 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും ഉണ്ട്. ആ ഔട്ട്പുട്ടുകൾക്ക് ആ 3 ഔട്ട്പുട്ടുകൾക്ക് ആ 3 ഇൻപുട്ട് മൈനസ് ചെയ്യാനായിട്ട്, ക്ലിയർ? ആ 3 ഇൻപുട്ടുകൾ യൂസ് ചെയ്ത് ആ 3 ഔട്ട്പുട്ടുകളെ സെറ്റ് ഓഫ് ചെയ്ത് കുറയ്ക്കാനായിട്ട്, ക്ലിയർ? ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്, അതിന് വളരെ സിസ്റ്റമാറ്റിക് ആയ ഒരു റൂള് പഠിക്കാനുണ്ട് GSTയില്. ക്ലിയർ? വളരെ സിസ്റ്റമാറ്റിക് ആയ ഒരു റൂള് പഠിക്കാനുണ്ട് GSTയില്. ആ റൂള് പറയുന്ന പ്രകാരം മാത്രമേ നമുക്ക് ഔട്ട്പുട്ടുകളെ ഇൻപുട്ടുകൾ ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കൂ. ക്ലിയർ? പണ്ട് GSTക്ക് മുമ്പ് വാറ്റ്, ആ വാറ്റ് സമയത്ത് സിമ്പിൾ ആയിരുന്നു. ഔട്ട്പുട്ട് വാറ്റ്, ഇൻപുട്ട് വാറ്റ്, അത്രേ ഉള്ളൂ. ക്ലിയർ? ഡയറക്റ്റ് മൈനസ് ചെയ്യുക. ഇപ്പൊ അങ്ങനെയല്ല, 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും. സോ നമുക്കിവിടെ സിസ്റ്റമാറ്റിക് ആയ റൂള് പഠിക്കാനുണ്ട്. ക്ലിയർ? ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ഓക്കെ ആണോ? ക്ലിയർ? നമുക്ക് ആ റൂൾ അങ്ങ് പഠിച്ചാലോ? ഓക്കെ, ഞാൻ സ്പീഡ് കൂടി പോയോ? ആരും ഒന്നും റെസ്പോൺസ് ഇല്ല. ഓക്കെ ആണോ? ഏതാ റേഞ്ച് വളരെ കുറവാണ്. അത് സാറില്ല, വീഡിയോ അയക്കാം കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് ഡൗട്ട് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരു പവർ പോയിന്റ് കൂടെ ഉണ്ട്, അത് നെക്സ്റ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം. പറഞ്ഞ പോയിന്റ്സ് കേട്ടോ, ഞാൻ സെൻഡ് ചെയ്തൊക്കെയാ ഈ പവർ പോയിന്റ്. ബിസിനസ് ഈവന്റ്സ് ഏതൊക്കെയാ? ട്രേഡിംഗ് ഓഫ് ഗുഡ്സ്, സർവീസ് പ്രൊവൈഡിങ്, ഗുഡ്സിന്റെ മാനുഫാക്ചറിങ്, ഗുഡ്സ് ഇമ്പോർട്ടിങ്, ഇതൊക്കെ എന്താ ബിസിനസ്സിലെ ഈവന്റുകളാണ്, അറിയാം.
സെയിം, അതൊക്കെ നമുക്ക് എന്താണ് ടാക്സബിൾ ഇവന്റുകളാണ് അല്ലേ? ഇതെല്ലാം നമുക്ക് എന്താണ് ടാക്സബിൾ ഇവന്റുകളാണ്, അതിലും മാറ്റമില്ല. പണ്ട് ഉണ്ടായിരുന്ന ടാക്സ് ഏതൊക്കെയാ? ഓൾഡ്, വാറ്റ്, സർവീസ് ടാക്സ്, എക്സൈസ്, കസ്റ്റംസ് അല്ലേ? ടാക്സബിൾ ഈവന്റും ടാക്സും ഇപ്പോലെ മുമ്പ് ഉണ്ടായിരുന്നത്. ഗുഡ് ട്രേഡിംഗ് ഗുഡ്സ് വാറ്റ്, സർവീസ് പ്രൊവൈഡിങ് സർവീസ് ടാക്സ്, ഗുഡ്സിന്റെ മാനുഫാക്ചറിങ് എക്സൈസ് ടാക്സ്, ഗുഡ്സ് ഇമ്പോർട്ടിങ് കസ്റ്റംസ് ടാക്സ്. അതുപോലെ എന്തായി? സപ്ലൈ ദെൻ ജി എസ് ടി. രണ്ട് ടൈമിൽ ഒതുങ്ങിയല്ലേ അവസാനം? സപ്ലൈ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ആണ്. ഏതൊക്കെയാ? ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഓർ ലോക്കൽ സപ്ലൈ. ലോക്കൽ സപ്ലൈ ഓർ ഇൻട്രാസ്റ്റേറ്റ് വിതിൻ ദ സ്റ്റേറ്റ്. ഇന്റർസ്റ്റേറ്റ് മീൻസ് ഇത് തെറ്റാണ്, അതായത് ഇങ്ങനെ പറയണ്ട, ബിറ്റ്വീൻ സ്റ്റേറ്റ് എന്ന് പറയണ്ട, നമ്മുടെ സ്റ്റേറ്റ് പുറത്തേക്ക്, അത്രേ ഉള്ളൂ കേട്ടോ. കാരണം രണ്ട് കൺട്രീസ് തമ്മിലായാലും എന്ത് വിളിക്കാം? ഇന്റർ എന്ന് പറയാം, അതുകൊണ്ടാ. ഓക്കെ. ജി എസ് ടി 3 ടൈപ്പ് അല്ലേ? ഏതൊക്കെയാ? സി ജി എസ് ടി സെൻട്രൽ ജി എസ് ടി, എസ് ജി എസ് ടി സ്റ്റേറ്റ് ജി എസ് ടി, ഐ ജി എസ് ടി ഇന്റഗ്രേറ്റഡ് ജി എസ് ടി, ആപ്ലിക്കേഷൻ ഓഫ് സപ്ലൈ വിത്ത് ജി എസ് ടി. ഇൻട്രാസ്റ്റേറ്റ് ആകുമ്പോൾ സി ജി എസ് ടിയും എസ് ജി എസ് ടിയും അക്കൗണ്ട് ചെയ്യും സപ്ലയർ. ഇന്റർസ്റ്റേറ്റ് ആകുമ്പോൾ ഐ ജി എസ് ടി അക്കൗണ്ട് ചെയ്യും സപ്ലയർ. ക്ലിയർ? അടുത്ത ഇൻപുട്ട് ടേംസ് ഏതൊക്കെയാ? ഔട്ട്പുട്ടും ഇൻപുട്ടും. നമുക്ക് കേട്ട് പരിചയമുള്ള ടേം ആയിരിക്കും, പക്ഷെ വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ വാക്കിന്. അതിന് അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ ആ ടേംസിന് വരും, നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ചില സമയത്ത് വരും ആ ഒരു ടേം. ഓക്കെ. ഔട്ട്പുട്ട് ജി എസ് ടി മീൻസ് എന്താ? സെല്ലർ കളക്ട് ടാക്സ് ഫ്രം കസ്റ്റമർ. ഇൻപുട്ട് മീൻസ് എന്താ? പർച്ചേസ് സമയത്ത് സപ്ലയർ കൊണ്ട് ടാക്സ് ആണ് ഇൻപുട്ട്. ഓക്കെ. ആപ്ലിക്കേഷൻ നോക്കിയേ, ഇൻട്രാസ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈ. ഈ പർച്ചേസും സെയിൽസിനും ജി എസ് ടിയിലെ പർച്ചേസിനെ ജി എസ് ടി എന്ത് വിളിക്കും? ഇൻവേർഡ് സപ്ലൈ എന്ന് പറയും. സെയിൽസിനെ ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയും. ഈ ടേം ആണ് റിട്ടേൺ ഫോംസിനകത്ത് പറയുന്ന ടേം കേട്ടോ. റിട്ടേൺ ഫോം ജി എസ് 1-ലും 3B-ലും 9-ലൊക്കെ പറയുമ്പോൾ സെയിൽസിന് ഔട്ട്വേർഡ് സപ്ലൈ എന്ന ടേം ഉപയോഗിക്കും, പർച്ചേസിന് ഇൻവേർഡ് സപ്ലൈ എന്ന ടേം പറയും കേട്ടോ. ഓക്കെ. അപ്പോ ഇൻട്രാസ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈ ലോക്കൽ പർച്ചേസ് ആണെങ്കിൽ ഇൻപുട്ട് സി ജി എസ് ടി ഇൻപുട്ട് എസ് ടി എസ് ടി വരുന്നു എന്നർത്ഥം. നമുക്കറിയാം. ഇന്റർസ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈ വേറെ സ്റ്റേറ്റിൽ നിന്ന് പർച്ചേസ് നടത്തി, അപ്പൊ എന്ത് വരും? ഇൻപുട്ട് ഐ ജി എസ് ടി വരുന്നു. അടുത്ത് ഇൻട്രാസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ. അതെ, ഇൻട്രാസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ എന്താ? നമ്മുടെ സ്റ്റേറ്റിനകത്ത് സെയിൽ ചെയ്തു, എന്ത് വരും? ഔട്ട്പുട്ട് സി ജി എസ് ടിയും ഔട്ട്പുട്ട് എസ് ടി എസ് ടിയും വരുന്നു. അതുപോലെ ഇന്റർസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ നമുക്ക് എന്ത് വരും? ഔട്ട്പുട്ട് ഐ ജി എസ് ടി വരുന്നു. ഔട്ട്പുട്ട് ഐ ജി എസ് ടി വരുന്നു. ക്ലിയർ? ഔട്ട്പുട്ട് ജി എസ് ടി മീൻസ് എന്താ? ലയബിലിറ്റി അല്ലെ? ലയബിലിറ്റി ആണ്, ലയബിലിറ്റി ടു ഗവൺമെന്റ് അല്ലെ? ഇൻപുട്ട് ജി എസ് ടി മീൻസ് അസറ്റ്, നമുക്ക് ക്ലെയിം എടുക്കാനുള്ള റിക്കവറബിൾ ആണ് ഇൻപുട്ട് ജി എസ് ടി മീൻസ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഔട്ട്പുട്ട് ജി എസ് ടിയെ ഈ ഇൻപുട്ട് ജി എസ് ടി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. 1000 രൂപ ഔട്ട്പുട്ട് ജി എസ് ടി, ഇൻപുട്ട് 800 ആണെങ്കിൽ 1000 മൈനസ് 800 ബാക്കി 200 എന്ത് ചെയ്യുക? പേയബിൾ ടു ഗവൺമെന്റ് ബൈ ക്യാഷ്. ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യേണ്ടതാണെന്ന് അർത്ഥം. മന്ത്ലി സ്റ്റാറ്റസ് ഒരു മാസമാകുമ്പോൾ നോക്കി പ്രധാനപ്പെട്ട 2 ആക്ടിവിറ്റി ഏതൊക്കെയാ? ഒന്ന് പർച്ചേസും 2 സെയിലും. ജി എസ് ടി പറയുമ്പോൾ ഇൻവേർഡ് സപ്ലൈ ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ. ക്ലിയർ? ഇപ്പൊ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ബിസിനസ്സിലെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ മൊബൈൽ ഷോപ്പാണ്. മൊബൈൽ പർച്ചേസ് ചെയ്താല് ഇൻവേർഡ് സപ്ലൈ. മൊബൈൽ ഷോപ്പിനകത്ത് ഒരു അക്കൗണ്ടന്റ് സ്റ്റാഫിന് അക്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പ്യൂട്ടർ മേടിച്ചു. സോ ഓഫീസ് അസറ്റ് ആണ്, അത് പർച്ചേസ് നടത്തി ഇൻപുട്ടും ക്ലെയിം എടുക്കാം. ക്ലിയർ? അതും ഇൻവേർഡ് സപ്ലൈ ആണ്, അതും ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. നമ്മുടെ മൊബൈൽ ഷോപ്പില് ഒരു എ സി ഫിറ്റ് ചെയ്തു, എയർ കണ്ടീഷൻ എ സി മേടിച്ചു, ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. ഈ ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടി ഒരു വാഹനം മേടിച്ചു, വെഹിക്കിൾ ഫോർ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ, ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. ക്ലിയർ? ഓക്കെ. ഓഫീസിലേക്ക് മൊബൈൽ ഫോൺ മേടിച്ചു, അതായത് ഓഫീസ് യൂസിന് വേണ്ടി മൊബൈൽ ഫോൺ മേടിച്ചു ക്ലയന്റിനൊക്കെ വിളിക്കാനായിട്ട്, ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ. കാൽക്കുലേറ്റർ മേടിച്ചു, ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. പ്രിന്റർ മേടിച്ചു, ക്ലെയിം ചെയ്യാം. മെഷീൻ മേടിച്ചു, ക്ലെയിം ചെയ്യാം. ഓക്കെ. ക്ലിയർ?
അടുത്ത് ഇൻട്രാസ്റ്റേറ്റ് ആൻഡ് ഇന്റർസ്റ്റേറ്റ്. 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും ഉണ്ടാകുന്നു. ഇൻപുട്ട് CGST, SGST, IGST. ഔട്ട്പുട്ട് CGST, SGST, IGST. ഓക്കെ, 3 ഔട്ട്പുട്ടുകളും 3 ഇൻപുട്ട് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? സെറ്റ് ഓഫ് ചെയ്യുന്നു. 3 ഇൻപുട്ടുകൾ ഉപയോഗിച്ച് 3 ഔട്ട്പുട്ടുകൾ എന്ത് ചെയ്യുന്നു? സെറ്റ് ഓഫ് ചെയ്യുന്നു. അതിലെന്തുണ്ട്? സിസ്റ്റമാറ്റിക് ആയ റൂള് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഔട്ട്പുട്ടിനെ എങ്ങനെയാണ് ഇൻപുട്ട് ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്, അതിന് വളരെ കൃത്യമായിട്ട് റൂള് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സെറ്റ് ഓഫ് റൂൾസ്. അതായത് വളരെ സിമ്പിൾ ആണ്. ഔട്ട്പുട്ട് IGST ഉണ്ട്, ഔട്ട്പുട്ട് CGST ഉണ്ട്, ഔട്ട്പുട്ട് SGST ഉണ്ട് അല്ലെ? അതെല്ലാം ഓക്കെയാണ്. അപ്പോ നമ്മൾ 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3 ഔട്ട്പുട്ട് ഉള്ളതിൽ നമ്മൾ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ട ലൈബിലിറ്റി ഔട്ട്പുട്ട് ഏതാണ്? അത് IGST ആണ്. ഓക്കെ, സെറ്റ് ഓഫ് റൂൾ ആണ് പറയുന്നത്. 3 ഔട്ട്പുട്ട് ഉള്ളതിൽ ആദ്യം നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ഏത് ഔട്ട്പുട്ട് ആണ്? അത് IGST ഔട്ട്പുട്ട് ആണ്. ഓക്കെ, IGST ഔട്ട്പുട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോ ഈ IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഇൻപുട്ട് ഇല്ലേ? 3 ഇൻപുട്ട് ടാക്സ് ഉണ്ട് അല്ലെ? IGST ഇൻപുട്ട്, CGST ഇൻപുട്ട്, SGST ഇൻപുട്ട്. 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാം അവകാശമുണ്ട്. അതായത് IGST ഔട്ട്പുട്ടിന് ഈ 3 ഇൻപുട്ടും കുറയ്ക്കാം എന്നർത്ഥം. 3 ഇൻപുട്ടുകളെയും ക്ലെയിം എടുക്കാൻ അവകാശം IGST ഔട്ട്പുട്ടിന് ഉണ്ട്. ക്ലിയർ? ഈ 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാം. ഈ 3 ഇൻപുട്ടും ക്ലെയിം എടുത്ത ഔട്ട്പുട്ട് IGST കുറച്ചിട്ടും IGST ഔട്ട്പുട്ടിൽ വീണ്ടും ലൈബിലിറ്റി ഉണ്ടെങ്കിൽ, 3 ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും IGST ഔട്ട്പുട്ടിൽ വീണ്ടും ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? അത് ആ മാസം ക്യാഷ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. ഇതാണ് റൂള്. അപ്പോ ഞാൻ പറഞ്ഞു 2 പോയിന്റ് പറഞ്ഞു. 3 ഔട്ട്പുട്ടിൽ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ട ലൈബിലിറ്റി IGST ഔട്ട്പുട്ട് ലൈബിലിറ്റി ആണ്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ്, IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി IGST ഔട്ട്പുട്ടിന് 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാൻ അവകാശമുണ്ട്. ക്ലിയർ? എന്നാൽ അതിന് ആ ഒരു 3 ഇൻപുട്ടും ക്ലെയിം എടുക്കുന്നതിൽ ഒരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് ഏത് ഇൻപുട്ട്, സെക്കൻഡ് ഏത് ഇൻപുട്ട്, തേർഡ് ഏത് ഇൻപുട്ട്, ആ ഒരു ഓർഡർ കൂടെ ഉണ്ട്. IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് ആണ്. ഓക്കെ, IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് അത് സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് ആണ്. ക്ലിയർ? അപ്പോൾ ഈ IGSTയിലുള്ള ഇൻപുട്ട് ക്ലെയിം എടുത്ത ശേഷം വീണ്ടും IGST ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? നേരെ CGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ഓക്കെ, നേരെ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് CGSTയിലുള്ള ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലെയിം എടുക്കാം. ഓക്കെ, അപ്പോ ആദ്യം IGST സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുത്തു, വീണ്ടും ലൈബിലിറ്റി ഉണ്ട്. സോ CGST ഇൻപുട്ട് ക്ലെയിം എടുത്തു. ഈ 2 ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും വീണ്ടും IGST ലൈബിലിറ്റി ഉണ്ട് എങ്കിൽ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? അവസാനത്തെ ഇൻപുട്ടായ SGST ഇൻപുട്ടും ക്ലെയിം എടുക്കാം. SGST ഇൻപുട്ടും ക്ലെയിം എടുക്കാം. അപ്പൊ ഈ ഒരു ഓർഡർ പ്രകാരം ഫസ്റ്റ് IGST ഇൻപുട്ട്, ദെൻ സെക്കൻഡ് CGST ഇൻപുട്ട്, ദെൻ ലാസ്റ്റ് SGST ഇൻപുട്ട്. ഈ 3 ഇൻപുട്ടും ഇതേ ഓർഡറിൽ ക്ലെയിം എടുത്ത ശേഷം വീണ്ടും IGST ഔട്ട്പുട്ട് ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? അത് ആ മാസം ക്യാഷ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. ക്യാഷ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. ഓക്കെ, ഇൻ കേസ് IGST ഔട്ട്പുട്ട് സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് ക്ലെയിം എടുത്തപ്പോൾ തന്നെ IGST ഔട്ട്പുട്ട് 0 ആയി പോയെങ്കിൽ അല്ലെ, സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് ക്ലെയിം എടുത്തപ്പോൾ തന്നെ IGST ഔട്ട്പുട്ട് 0 ആയി പോയെങ്കിൽ പിന്നെ പ്രോബ്ലം ഇല്ല. CGST ഇൻപുട്ട് ആവശ്യമുണ്ടോ? SGST ഇൻപുട്ട് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ക്ലിയർ? ലോജിക് കേട്ടോ. നോക്കിയേ, IGST ഔട്ട്പുട്ട് എന്താണ്? ക്യാൻ സെറ്റ് ഓഫ് ബൈ യൂസിങ് ഇൻപുട്സ്. ഫസ്റ്റ് ഏതാ? ഫസ്റ്റ് IGST ഇൻപുട്ട് ആദ്യം ക്ലെയിം എടുക്കാം, ദെൻ
CGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം ആൻഡ് SGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ IGST ഔട്ട്പുട്ട് തീരുമാനമായല്ലോ, അത് സെറ്റായി അല്ലെ, തീരുമാനമായി. ഇനി രണ്ടാമത് സെറ്റ് ഓഫിന്റെ ഔട്ട്പുട്ട് ഏതാ? അത് CGST ഔട്ട്പുട്ട് ആണ്. രണ്ടാമത് സെറ്റ് ഓഫിന്റെ ഔട്ട്പുട്ട് CGST ഔട്ട്പുട്ട് ആണ്. ഓക്കെ. CGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് IGST പോലെ 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാൻ അവകാശമില്ല. 2 ഇൻപുട്ടേ ക്ലെയിം എടുക്കാൻ അവകാശമുള്ളൂ. ഓക്കെ. IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഇൻപുട്ടേ ക്ലെയിം എടുക്കാൻ അവകാശമുള്ളൂ. അത് IGST ഇൻപുട്ടും ദെൻ സ്വന്തം ഇൻപുട്ടായ CGST ഇൻപുട്ടും. ക്ലിയർ? ഒന്ന് IGST ഇൻപുട്ടും 2 സ്വന്തം ഇൻപുട്ടായ CGST ഇൻപുട്ടും. ഈ 2 ഇൻപുട്ട് മാത്രമേ CGST ഔട്ട്പുട്ടിന് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ക്ലെയിം എടുക്കാൻ അവകാശമുള്ളൂ. എന്ന് പറഞ്ഞാൽ CGST ഔട്ട്പുട്ടിന് SGST ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ അവകാശമില്ല എന്നർത്ഥം. ക്ലിയർ? ഓക്കെ. IGST ഇൻപുട്ടും CGST ഇൻപുട്ടും ക്ലെയിം ചെയ്യാം. അതിലേത് ആദ്യം ഫസ്റ്റ്? CGST ഔട്ട്പുട്ടിന് IGST ഇൻപുട്ടാണ് ആദ്യം ക്ലെയിം എടുക്കേണ്ടത്, സ്വന്തം ഇൻപുട്ട് അല്ല. ഓക്കെ. സ്വന്തം ഇൻപുട്ട് അല്ല ആദ്യം ക്ലെയിം ചെയ്യേണ്ടത്. ആദ്യം IGST ഇൻപുട്ട് ക്ലെയിം എടുക്കുക. IGSTയിലുള്ള ഇൻപുട്ട് ക്ലെയിം ചെയ്യുക. അതിനുശേഷം വീണ്ടും CGST ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സ്വന്തം ഇൻപുട്ടിലുള്ള ക്ലെയിം എടുക്കാം. ഓക്കെ. അപ്പൊ 2 ഇൻപുട്ടും IGST ഇൻപുട്ട് ആദ്യം ക്ലെയിം എടുത്തു, രണ്ടാമത് CGST ഇൻപുട്ട് ക്ലെയിം എടുത്തു. 2 ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും IGSTയിൽ ഔട്ട്പുട്ട് വീണ്ടും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സോറി, CGSTയിൽ ഔട്ട്പുട്ട് വീണ്ടും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ക്യാഷ് ആയിട്ട് ആ മാസം പേയ്മെന്റ് ചെയ്യുക. ഓക്കെ. ക്ലിയർ? അതുപോലെയാണ് SGST. നമുക്ക് എന്താണ് ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഇൻപുട്ട് അല്ലെ, 2 ഇൻപുട്ട് നമുക്കുണ്ട്. 2 ഇൻപുട്ട് ക്ലെയിം ചെയ്യാവോ കേട്ടോ. ഒന്ന് IGST ഇൻപുട്ടും 2 SGST ഇൻപുട്ടും. ഓക്കെ. ഇപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് ടൈം ഓവർ ആയി കേട്ടോ. ഇപ്പൊ അത് ഓട്ടോമാറ്റിക് കട്ട് ആവും. നമുക്ക് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. അത് കട്ട് ആവും കേട്ടോ. എന്തായാലും ഞാൻ ഈ ഒരു പവർ പോയിന്റ് സെൻഡ് ചെയ്തേക്കാം. ഓക്കെ. ക്ലിയർ? ഇതിലൊരു എക്സാമ്പിൾ ഒക്കെ ഇതിലുണ്ട്. ഓക്കെ. നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ വീഡിയോ ആൻഡ് ആ PPT സെൻഡ് ചെയ്തേക്കാം കേട്ടോ ഗ്രൂപ്പിൽ. ഓക്കെ. ശരി.